ഹലോ ഗൈസ്, വെൽക്കം ടു ഫിൽസ് ഡയമെൻഷൻസ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മോക്കപ്പ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ഹോർഡിംഗ് ഡിസൈൻസ് ചെയ്യുമ്പം ഹോർഡിങ്സിനനുസരിച്ചുള്ള മോക്കപ്പ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. സോ ഞാൻ ആദ്യമായിട്ട് ഒരു ന്യൂ ഫയൽ എടുക്കുവാണ്. ഞാൻ ആദ്യം പ്രിൻ്റ് എന്നുള്ള പ്രീസെറ്റ് കാറ്റഗറീസിലോട്ട് പോകുന്നു. അവിടുന്ന് A4 എടുക്കുന്നു. എന്നിട്ട് ഓറിയൻറ്റേഷൻ എനിക്ക് വേണ്ടത് ഇതാണ്, എന്ന് വെച്ചാൽ ലാൻഡ്സ്കേപ്പ് ഓറിയൻറ്റേഷൻ. ആൻഡ് ചെക്ക് ചെയ്യുന്നു റെസൊല്യൂഷൻ 300 ഉണ്ടോ. ഓക്കെ ആണ്. കളർ മോഡ് RGB ഓക്കെ ആണ്. ദെൻ ക്രിയേറ്റ്. സോ ഗൈസ്, വി ഹാവ് ദ ക്യാൻവാസ് ഹിയർ. അപ്പോൾ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഏരിയയിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുന്നു, എന്നിട്ട് റിലീസ് ചെയ്യുന്നു. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ഫ്ലോട്ടിംഗ് ഹിയർ. സോ അപ്പം ഇതിൻ്റെ വെളിയിലുള്ള ഏരിയയിൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഈ ഫയൽ ഓപ്പൺ എന്നുള്ള അവസ്ഥ പോലെ തന്നെ ഒരു ഇഫക്റ്റ് ഉണ്ടാവും. സോ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇവിടുന്ന് ഓപ്പൺ ചെയ്യാൻ നമുക്ക് നേരെ പോകുന്നു. 2-3 ഉണ്ട്, അപ്പോൾ ഇതിലൊന്നും കാണുന്നില്ല ഡയറക്റ്റായിട്ട് ഐക്കൺ. എന്ന് വെച്ചാൽ അത് എന്തോ ഫയൽ കമ്പാറ്റബിലിറ്റി പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. സോ നമുക്ക് ഫസ്റ്റ് വൺ എടുക്കാം. നമുക്കൊരു ഇമേജ് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഈ ഇമേജിലോട്ടാണ് നമുക്ക് ഒരു ഏരിയ, ഇത് ഒരു ഹോർഡിംഗ് ഡിസൈനാണ്. ഈ ഹോർഡിംഗ് ഡിസൈനിൻ്റെ ഹോർഡിംഗ് ഫ്രെയിമിലോട്ട് നമുക്ക് ഒരു ഡിസൈൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചൊരു ഡിസൈൻ നമുക്ക് പ്ലേസ് ചെയ്യണം. അതാണ് വേണ്ടത്. സോ അതിനുവേണ്ടി ഞാനൊരു ഏരിയ ചൂസ് ചെയ്യുന്നു. എൻ്റെ കയ്യിൽ ഒരു A4 ഷീറ്റ് ഇവിടെ ഉണ്ട്. സോ അതിൽ കുറച്ച് ഏരിയ ഞാൻ കുറച്ചുകൂടെ താഴോട്ടുള്ള പോർഷൻ ഹൈറ്റ് എനിക്ക് കുറയ്ക്കണം. കാരണം ഇവിടുത്തെ മോക്കപ്പ് ഡയമെൻഷൻസിനനുസരിച്ച് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. താഴെ വന്നിട്ട് ക്രോപ്പ് എന്നൊരു ഓപ്ഷൻ വന്നിട്ട് റാൻഡമായിട്ട് വളരെ കെയർലെസ് ആയിട്ട് തന്നെ ചെയ്യുവാണ്. കാരണം ഇപ്പോൾ എനിക്ക് സൈസ് ഒരു വലിയൊരു മാറ്റർ അല്ല ഈ ഒരു അവസ്ഥയിൽ. കാരണം നിങ്ങളെ ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് മോക്കപ്പ് എങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി മോക്കപ്പ് ചെയ്യുന്ന ഫ്രെയിം കുറച്ച് ലെങ്തി ആയിട്ടുള്ള റെക്റ്റാങ്കിൾ ആണ്. പക്ഷേ നമ്മൾ എടുത്തേക്കുന്ന A4 സൈസ് കുറച്ചുകൂടെ വിഡ്ത്ത് കൂടുതലുണ്ട്. സോ അത് കുറച്ചുകൂടെ ലെങ്തി ആക്കാനായിട്ട് ഞാൻ എന്താ ഇതുപോലെ ഒന്ന് ക്രോപ്പ് ചെയ്യുവാണ്. ആൻഡ് ഇവിടെ മേളത്തെ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ വി ഹാവ് ദ ക്യാൻവാസ് സിമിലർ ടു ദ ഹോർഡിംഗ് ഡിസൈൻ. ഓക്കെ, നമുക്കിവിടെ ഇനി ഒരു ഡിസൈൻ ചെയ്യാം. അപ്പോൾ ന്യൂ ലെയർ എടുക്കുന്നു ഞാൻ. എന്നിട്ട് എന്തെങ്കിലും ഒരു ഡിസൈൻ എന്നൊരു കോൺസെപ്റ്റിലാണ് പോകുന്നത്. സോ ഇവിടുന്ന് ഞാനൊരു ഷേപ്പ് വരയ്ക്കുകയാണ്. ജസ്റ്റ് ഒരു ഷേപ്പ് കൊണ്ടുവരിക എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ആ ഒരു ഹോർഡിങ് വെക്കാൻ വേണ്ടി ഒരു കണ്ടൻറ്റ് വേണം. ആ കണ്ടൻറ്റിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഒരു ടെക്സ്റ്റും വേണം. ഈ ഒരു ഫോട്ടോ ഒന്ന് ഇതിലോട്ട് പ്ലേസ് ചെയ്യണം. ഒന്ന് റീസൈസ് ചെയ്യണം. ഓക്കെ, ആൻഡ് എന്താ ചെയ്യേണ്ടത് നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കി പോർഷൻസ് ക്രോപ്പ് ചെയ്യണം. സോ ഞാൻ ഒപ്പേസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് കാണാം സൈസ് ഷേപ്പ് എങ്ങനെയുണ്ടെന്നുള്ളത്. സോ ഞാൻ ചെയ്യുന്ന ലെയർ 3 എന്ന് പറയുന്ന ഈ ഒരു ഷേപ്പിനെ ലെയർ 1ൻ്റെ താഴെ കൊണ്ടിടുന്നു. അപ്പോൾ ഇതിനുള്ളിലോട്ട് കാണുന്ന ഏരിയാസ് മാത്രം എനിക്ക് മതി. ഒപ്പേസിറ്റി റീസെറ്റ് ചെയ്യുന്നു 100-ലോട്ട്. ആൻഡ് ഇത്രയും പോർഷൻ എനിക്ക് വേണ്ട. സോ എറേസ് ചെയ്യുകയോ കട്ട് ചെയ്യുകയോ ചെയ്യുവാണ്.
is the effect I want. ഓക്കെ, ഇനി ഈ ഏരിയ കൂടെ എന്തെങ്കിലും ചെയ്യണം. സോ അതിന് ഞാനൊരു സിമ്പിൾ ഡിസൈൻ വേണ്ടി എന്നുള്ള കോൺസെപ്റ്റിലാണ് കൺട്രോൾ ടി പ്രസ് ചെയ്തു, ക്ലിക്ക് ഹൊറിസോണ്ടൽ. ഇത് ഓക്കെ ആയിട്ട് കിട്ടിയിരുന്നു. പക്ഷേ ഇത് ഓക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു പാരലലിസം ഇവിടെ ഉണ്ടെങ്കിൽ കുറച്ച് നന്നായിരിക്കും. ആ ഒരു യെല്ലോയ്ക്ക് പാരലായിട്ടുള്ളൊരു എഡ്ജാണ് ഇവിടെ ഈ ഗ്രേ ഷേപ്പിന് ഉണ്ടായിരുന്നതെങ്കിൽ നന്നായനെ. അപ്പോൾ അതിലോട്ട് എത്തിക്കാനായിട്ട് ഞാൻ കുറച്ചും കൂടെ കയറ്റി വെച്ചിട്ട് യെല്ലോയുടെ ലെയറിൽ കൺട്രോൾ ഹോൾഡ് ചെയ്ത് ഈ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് സെലക്ഷൻ കിട്ടി. എന്നിട്ട് ഞാൻ തിരിച്ച് താഴെ വന്നിട്ട് ലെയർ 2 കോപ്പി എന്ന് പറയുന്ന ഈ സെക്കൻഡ് ഗ്രേ ലെയറിനെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. സോ ദാറ്റ്സ് ദാറ്റ്. അപ്പം അവിടെ കട്ടായിട്ടുണ്ട്. ഓക്കെ, യെസ്. ഇനി കുറച്ച് വെളിയിലോട്ട് കിടപ്പുണ്ട്, അത് അറിയാനായിട്ട് സി എന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് എൻ്റർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, വെളിയിലോട്ട് എക്സ്ട്രാ കിടക്കുന്നത് കാണാൻ പറ്റും. ഒരു എൻ്റർ കൊടുത്താൽ അത് കംപ്ലീറ്റ് കട്ടായി പോകും. സോ ഇപ്പോൾ ക്ലീൻ കട്ടായിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസൈൻ നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാം. സെലക്ഷൻ ഇവിടം വരെ കൊണ്ടുവന്നിട്ട് ഞാൻ വെറുതെ ഒരു ഡിസൈൻ ആ ഒരു ഏരിയ ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രം ഒന്ന് കൊടുത്തത് മാത്രമേ ഉള്ളൂ. ഒരു കളറ് ഇരിക്കട്ടെ, ഒരു റെഡ് കളറ്, കൺട്രോൾ ടി. ആൻഡ് ഓക്കെ, നമ്മുടെ ഹോർഡിങ്ങിന് വേണ്ടിയുള്ള ഡിസൈൻ റെഡിയാണ്. സോ നമ്മളിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഫയൽ എക്സ്പോർട്ട്, ക്വിക്ക് എക്സ്പോർട്ട് PNG കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ ഇതിനൊരു നെയിം കൊടുത്തിട്ട് സേവ് ചെയ്യുന്നു, ഹോർഡിംഗ് ഡിസൈൻ, സേവ്. ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫയലിനെ ഒന്ന് സേവ് ചെയ്യണം. ഈ ഫയൽ ആക്ച്വലി ഒരു PSD ഫയലാണ്, ഫോട്ടോഷോപ്പ് ഫയലാണ്. ഫോട്ടോഷോപ്പ് ഫയൽ കൂടി ഒന്ന് സേവ് ചെയ്യാം. സോഴ്സ് ഫയൽ എന്ന് ഞാൻ പേര് കൊടുക്കുകയാണ്. ഇനി ഇതിനെ ക്ലോസ് ചെയ്യാം. വൈ? ബിക്കോസ് നമുക്കിത് ലെയറുള്ള ഒരു ലേയേഴ്സ് കുറേയുള്ള ഒരു ഫയലാണിത്. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ PNG ആക്കി വെച്ച ആ ഒരു ഷേപ്പ് എടുക്കുകയാണ്, ഫൈനൽ ഷേപ്പ്, ഫൈനൽ ഫയൽ. കണ്ടോ, ആ ഫൈനൽ ഫയലിൽ നമുക്ക് ലേയേഴ്സ് ഒന്നുമില്ല. ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇതിന് ലേയേഴ്സ് എല്ലാം ഉണ്ട്. സോ നമുക്ക് ലേയേഴ്സ് ഇല്ലാത്ത ആ PNG ഫയൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പേര് കാണാം, ഹോർഡിംഗ് ഡിസൈൻ .png. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം സോഴ്സ് ഫയൽ .psd. സോഴ്സ് ഫയൽ .psd ഓൾറെഡി ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഐ എം ഗോയിങ് ടു ക്ലോസ് ഇറ്റ്. ദെൻ ഹോർഡിംഗ് ഡിസൈൻ .png എന്നുള്ള ഫയലിനെ എടുക്കുന്നു. എന്നിട്ട് മൂവ് ടൂൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടുന്ന് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ഇങ്ങോട്ട്. ഓക്കെ, ആ ഡിസൈൻ വന്നിട്ടുണ്ട്. ഇനി ഇത് ക്ലോസ് ചെയ്യാം. ആൻഡ് F പ്രസ് ചെയ്യുന്നു ടു ഗെറ്റ് ദ ഫുൾ സ്ക്രീൻ ഇഫക്റ്റ്. ദെൻ കൺട്രോൾ ടി പ്രസ് ചെയ്തിട്ട് നമുക്ക് കോർണറിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക. ആ ഫയലിനെ ഒന്ന് റീസൈസ് ചെയ്യുക. കണ്ടോ, ഇനിയും എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒപ്പേസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇനിയാണ് ഹോർഡിംഗ് ഡിസൈനിലോട്ട് ആ മോക്കപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്, ഇഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ ടി പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്റ്റോർട്ട് എന്നൊരു ഏരിയ കിട്ടും. ഡിസ്റ്റോർട്ട് ആദ്യം ഡിസ്റ്റോർട്ട് എടുത്തതിന് ശേഷം കോർണേഴ്സ് എല്ലാം കോർണർ ടു കോർണർ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. കെയർലെസ് ആയിട്ട് തന്നെ ചെയ്താൽ മതി. ആദ്യമേ അത്ര പ്രിസൈസ് വേണമെന്ന് നിർബന്ധമില്ല. ഞാൻ നോർമലി ഇങ്ങനെ ചെയ്യാറ്. എന്നിട്ട് സൂം ചെയ്യുന്നു. എന്നിട്ട് എല്ലാത്തിൻ്റെയും കോർണേഴ്സിൽ ഇൻഡിവിജ്വലായിട്ട് പോയിട്ട് കെയർഫുള്ളായിട്ട് അതിനെ പ്ലേസ്മെൻറ്റ് വീണ്ടും ചെയ്യുന്നു. ഓക്കെ, യെസ്, വി ആർ ഡൺ ഹിയർ. ഒപ്പേസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. സി, മോക്കപ്പ് ഈസ് റെഡി. ശരിയല്ലേ? ഇനിയും ഇതേ മോക്കപ്പ് തന്നെ എനിക്ക് വേറൊരു ഫോട്ടോയിലും അപ്ലൈ ചെയ്യണം. സോ ആ ഒരു മോക്കപ്പ് ചെയ്യാനുള്ള ഇമേജ് ഇതാ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ സെയിം ഇമേജ് തന്നെ കൊണ്ടുവരുവാണ്. ഹോർഡിംഗ് ഡിസൈനിൻ്റെ ഇമേജ് തന്നെ എടുത്തു, ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ഇങ്ങോട്ട് ചെയ്തു. എന്നിട്ട് കൊണ്ടുവന്ന ഫയലിനെ ക്ലോസ് ചെയ്യുന്നു. ആൻഡ് ഈ ചെയ്യാനുള്ള ഫയലിനെ ഒന്ന് മാക്സിമൈസ് ചെയ്യുന്നു. കൺട്രോൾ ടി പ്രസ് ചെയ്യുന്നു. റീസൈസ് ചെയ്യുന്നു. ആൻഡ് വി ആർ റെഡി ടു മോക്കപ്പ്. ദെൻ അഗെയിൻ കൺട്രോൾ ടി പ്രസ് ചെയ്തിട്ട് ഒപ്പേസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നു.
തൊട്ട് മുമ്പ് ചെയ്ത പോലെ കാര്യങ്ങൾ ഇവിടെയും ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, ഗെറ്റ് ദ ഡിസ്റ്റോർട്ട്, corners to corners, and yes, we are done. Opacity adjust ചെയ്യുന്നു. See, so this is the way we make mock-ups of designs on hoardings. Okay, അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ ഇടുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ ഗായ്സ്.